പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 36 വാക്യം. ആകിയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് പറയുന്നത് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ശക്തമായ ദൂത് എന്ന് പറയുന്നത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. കാരണം ലോകം അത്രമാത്രം അധപ്പതനത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും സാത്താന്യ ആരാധനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സകല മനുഷ്യൻ വഴിതെറ്റിക്കുന്ന സാഹചര്യം ഇവിടെ വെളിപ്പെട്ട് കാണുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന സദാകാലവും ചേർന്നിരുന്ന് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം ആരംഭിക്കുന്നത് തന്നെ അല്ലേലിയ അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ വിധവയുടെ 2 കാശ് നേർച്ചയിടുന്നതിനെ കുറിച്ച് യേശുക്രിസ്തു ഒരു പ്രഭാഷണം അവിടെ കാണാൻ കഴിയും. അല്ലേലിയ. തുടർന്ന് 21-5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരുടെ കൂടിയിരുന്നപ്പോൾ അതെപ്പോൾ സംഭവിക്കും എന്നുള്ള ലോകത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും എന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന ഒലിവുമല പ്രഭാഷണമാണ് നമ്മൾ കാണുന്നത്. ലേരിയ. വീണ്ടും അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ 21 അല്ലേലിയ 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെരൂശലേം താമസത്തെക്കുറിച്ചുള്ള പ്രവചനം കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. 29 വാക്യം തൊട്ട് വായിക്കുമ്പോൾ അത്തിയുടെ തളിർപ്പ് എന്നുള്ളതാണ്. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. അത്തിയുടെ തളിർപ്പിനെ കുറിച്ച് പറഞ്ഞ് 24 വാക്യം ജാതികളുടെ കാലം തികയോളം പിന്നെ അത്തിയുടെ തളിർപ്പ്. അല്ലേലിയ. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ഈ വചനം വിഭജിച്ച് തന്ന ഈ കാലഘട്ടത്തിലുള്ള ജനത്തെ ആത്മീയമായി ഉണർത്തുന്ന ഒരു ശക്തമായ ദൈവിക സന്ദേശമാണ് ഇതിനകത്തുള്ളത്. അല്ലേലിയ. അപ്പൊ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കടന്നു പോകുന്ന ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നാം ചിന്തിക്കുന്നത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റ ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലേലിയ. കാരണം യേശുവിനാണ് ഈ അത്തിയുടെ തളിർപ്പിനെ കുറിച്ച് ഉപമ പറഞ്ഞത്. 29 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവിടെ തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഈ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ലേലിയ. തുടർന്നാണ് നമ്മൾ വായിച്ച ദൈവദിനത്തിന്റെ ശ്രേഷ്ഠത വായിച്ചത്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യന്റെ പുത്രന്റെ മുമ്പിൽ ഹല്ലേലൂയ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ വ്യക്തമായി നമ്മെ പറഞ്ഞ് ബോധിപ്പിച്ച് നമ്മളെ ശുദ്ധീകരണത്തിലൂടെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദരനായി നിങ്ങൾ വചനം അനുസരിച്ച് നിങ്ങൾ ശുദ്ധീകരണത്തോടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ജാതികളുടെ കാലം തികയോളം നോക്കി 24 വാക്യത്തിൽ കാണുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ ഇത് ജാതികളുടെ കാലമാണ്. അല്ലൊരു കഴിഞ്ഞ 2500 വർഷമായി യെരുശലേം ജാതികൾക്ക് അധീനമാണ്. അല്ലൊരു ഇന്നും അവിടെ ജാതികളുടെ പള്ളിയും ആധിപത്യവും യെരുശലേമിൽ നിലനിൽക്കുന്നു. കുരിശുയുദ്ധക്കാരും റോമക്കാരും ഗ്രീക്കുകാരും ടർക്കികളുമെല്ലാം ഈ നഗരം മാറി മാറി കൈയടക്കിയിട്ടുണ്ട്. അല്ലേ? അപ്പൊ AD 70 ശേഷം ബാൽഫർ വിളംബരം നടക്കുന്നത് വരെ യഹൂദന്മാർക്ക് യെരുശലേമിൽ പ്രവേശനം പോലും ഇല്ലായിരുന്നു. അല്ലേലൂയ. അപ്പം കോൺസ്റ്റാന്റിൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീരുന്നതിന് മുമ്പ് അനേക വട്ടം റോമർക്കാർ അല്ലെ യെരുശലേം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് AD 637 അല്ലെങ്കിൽ ഓമറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം സൈന്യം യെരുശലേം കൈയടക്കി. തുടർന്ന് അവരുടെ പള്ളി അവിടെ സ്ഥാപിച്ചു. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യ പള്ളി തകർത്ത് കളഞ്ഞു എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ജാതികളുടെ കാലം തികയോളം പ്രൈസോ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടെ പഠിക്കണം. വെളിപ്പാട് പുസ്തകം 21 പ്രാരംഭമൊക്കെ വായിച്ചാൽ നമുക്കിവിടെ കുറച്ചുകൂടെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇവിടെ നാം എന്ത് ചെയ്യണം? ഒരു ക്രിസ്തു ഭക്തൻ എന്ത് ചെയ്യണം? ജാതികളുടെ കാലം തികയോളം അല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് സംഭവിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനത്തിലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നമുക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്നേഹിത സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആത്മജീവിതത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഒരു ഭക്തന്റെ ഹല്ലേലൂയ ആത്മജീവിതത്തിന്റെ ഹല്ലേലൂയ ഹൃദയസ്പന്ദനമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് ശ്വസനത്തിന് തുല്യമാണ്. പ്രാർത്ഥന എന്നത് നമ്മൾ ശ്വസനത്തിന് തുല്യമാണ്. ഹല്ലേലൂയ. ശ്വസനത്തിന് എപ്രകാരം ഓക്സിജൻ ആവശ്യമാണോ അതേപോലെ തന്നെയാണ് ആത്മജീവിതത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നാം ശ്വസിക്കുന്ന വായു നമുക്കുള്ളിലേക്ക് എടുക്കുവാനും തിരിച്ചു പുറത്തേക്ക് വിടുവാനും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ തകരും. നാം തന്നെ തകർന്നു പോകാൻ സാധ്യത. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആത്മജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. അതാ പറഞ്ഞ പ്രാർത്ഥന നാം ശ്വസിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, യേശുക്രിസ്തു എന്ന സകല മേലായ നാമത്തിനും ഹല്ലേലൂയ നിങ്ങൾ മഹത്വം കൊടുത്തുകൊണ്ട്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അപ്പൊ സകല നാമത്തിനും മേലായ നാമമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർത്ത് ഇണക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. അല്ലെങ്കിൽ നിങ്ങൾ ആരും പ്രാർത്ഥിക്കാത്തവരല്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരവരുടെ വിശ്വാസത്തിലാണ്. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകല നാമത്തിനും മേലായ നാമമുള്ള, സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തിന്റെ അധികാരിയായിരിക്കുന്നവൻ, സർവ്വവ്യാപിയായിരിക്കുന്നവൻ, ആമി ശക്തനായിരിക്കുന്നവൻ, ആദിയും അന്ത്യനുമായിരിക്കുന്നവൻ, അൽഫയും ഒമേഗയുമായിരിക്കുന്ന, പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ സകല മാനകുലത്തിനും രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നവൻ, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവൻ, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവൻ, തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നവൻ, അല്ലെങ്കിൽ സകല നാമത്തിനും മേലായ നാമമുള്ളവൻ യേശു കർത്താവാണ്. ഹല്ലേലൂയ. ആ കർത്താവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ വരാൻ പോകുന്ന ലോകാത്ഭുതം കർത്താവായ യേശുവിന്റെ വരവ്, ആ വരവെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ആമിശ്രോതം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താൽ ഉപജീവിത ചിന്തയാലും നിങ്ങൾ ആമിപ്പെട്ട് അതിനകത്ത് കുടുങ്ങിപ്പോകാതെ നിങ്ങൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ, മനുഷ്യപുത്രന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് നിങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ചേർന്നിരുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രക്തം ചെയ്യും, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും.
എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്നലെ വരെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഭവം, ഇന്ന് ഈ സമയം വരെ നിങ്ങളുടെ പ്രാർത്ഥന അനുഭവം, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സാഹചര്യങ്ങൾ, രീതികൾ, അതിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രാർത്ഥന ശബ്ദങ്ങൾ യേശുക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർന്ന് സകല നാമത്തിനും മേലായ നാമമുള്ള യേശുവിനോട് ആണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്? നിങ്ങളെ തന്നെ ശോധന ചെയ്യണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെ വേണേലും ജീവിക്കാം, എങ്ങനെ വേണേലും നടക്കാം, എങ്ങനെ വേണേലും സംസാരിക്കാം, എന്ത് വേണേലും തിന്നാം, എന്ത് വേണേലും ഉടുക്കാം, എങ്ങനെ വേണേലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കാനും നടക്കാനും തിന്നാനും കുടിക്കാനും പ്രവർത്തിപ്പാനും നിയമമില്ല, വ്യവസ്ഥയില്ല. ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ദൈവത്തോട് ചേർന്ന് മാനകുലത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശുവിനോട് ചേർന്നിരുന്ന ഹല്ലേലൂയ നാം പ്രാർത്ഥനയും മുന്നേറണം. പ്രൈസ്. അപ്പം യേശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രാർത്ഥിച്ച അനവധി പ്രാർത്ഥനാ വീരന്മാരുണ്ട്. ഹല്ലേലൂയ. ആദിമ സഭയോടുള്ള ബന്ധത്തിൽ നിന്നും വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ നല്ലൊരു ശതമാനം നല്ല പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ആദിമ സഭയിൽ നമ്മുടെ പിതാക്കന്മാർ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ പല ദൈവമക്കളും പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർത്തിണക്കിയല്ല. അതുകൊണ്ടാണ് അവർക്ക് പരാജയങ്ങൾ കടന്നു വരുന്നത്. രക്തം ചെയ്യാം. നിന്റെ കുടുംബത്തിനകത്ത് കടനീരിന്റെ, നിന്റെ കുടുംബത്തിനകത്ത് മദ്യത്തിന്റെ, നിന്റെ കുടുംബത്തിനകത്ത് ഇരുളിന്റെ, നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വത്തിന്റെ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ, കടത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോകാതെ നിന്നെ ഈ ലോകത്തിന്റെ വൈശാചികമായ ശക്തി വേട്ടയാടാൻ കാരണം യേശുക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർത്തിണക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തിന്റെ ഹൃദയസ്പന്ദനത്തോട് നിന്നെ ചേർത്തിണക്കിക്കൊണ്ട് സകല നാമത്തിനും മേലായ നാമമുള്ള യേശുവിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടതകളും മാറിപ്പോകും. നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യം നിറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരോടും ചോദിക്കുമ്പം, എല്ലാവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് സമാധാനമില്ല, സമാധാനമില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരിനെ വിളിച്ചിട്ട് വളരെ പൊട്ടിക്കരഞ്ഞു, വളരെ സങ്കടത്തിലാണ് കരയുന്നത്. അപ്പൊ ആ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെയും കൂടെ കണ്ണ് നിറഞ്ഞു. കാരണം അത്രമൊത്തം വേദനയുടെ സഹോദരി അമ്മ കരയുന്നത്. എന്താ അവരുടെ ജീവിതം എന്ന് പറയുന്നത്? അവരുടെ വിഷയം എന്താണ്? കുടുംബത്തിൽ അവർക്ക് സമാധാനമില്ല. സഹോദരങ്ങളെ വിശ്വസിച്ചിട്ട് അവർ സഹോദരൻ മകന് ലോൺ എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുന്നില്ല. മറ്റൊരാളുടെ വാക്ക് കിട്ടി വിശ്വസിച്ചിട്ട് പണം വാങ്ങിക്കൊടുത്തു, അതും തിരിച്ചടയ്ക്കുന്നില്ല. കുടയ്ക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് സങ്കടമായി, കണ്ണുനീരായി, വേദനയായി, എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നൊക്കെയുള്ള ഭാരത്തിൽ ആ സഹോദരി കണ്ണുനീരോടെ അവ കരയുക. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അവരോട് ദൈവം ഇടപെടട്ടെ. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രശ്നം നിങ്ങളും അതേപോലെയുള്ള ചില വിഷയത്തിലാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. സമാധാനമില്ല. എല്ലാവരോടും ചോദിച്ചു സമാധാനമില്ലെന്നാ പറയുന്നത്. ലേലിയ, എന്താണ് നിനക്ക് സമാധാനമില്ലാതെ പോയത്? ലേലിയ, നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന അനുഭവം എന്താണ്? അങ്ങനെയുള്ള ആ സാഹചര്യത്തെ നീ പരിശോധിച്ചിട്ട് അല്ലേലിയ, നിന്റെ സമാധാനക്കുറവ് അത് നീ മനസ്സിലാക്കിയിട്ട് നീ യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്ന യേശുക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് നിങ്ങൾ ചേർത്തിണക്കിക്കൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തെ കണ്ണുനീര് ദൈവം മാറ്റിക്കളയും, സമാധാനത്തെ ദൈവം നൽകും. അല്ലേലി. അപ്പൊ അങ്ങനെ അനുഭവത്തെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുമ്പോൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അല്ലേലി ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവ്, ഈ ഭൂമിയിൽ മനുഷ്യൻ എത്രമാത്രം കഷ്ടം സഹിക്കുന്നു. ഈ കഷ്ടം സഹിക്കുമ്പോൾ അവരെ വിടിവിക്കുവാനല്ലേ അങ്ങ് ഈ ലോകത്തിൽ വന്നതും ഈ ഭൂമിയിൽ ആമെ കഷ്ടാനുഭവത്തിലൂടെ ആമെ ആ ക്രൂശുമരണം ഏറ്റെടുത്തതും ആമെ അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്തു ഇന്നും ജനത്തിന് വേണ്ടി മധ്യസ്ഥ. ഈ ജനത്തിന് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രൈസ് ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഭൂമിയിൽ ഇന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുക കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് മുമ്പ് ജാതികളുടെ കാലം തികയോളം
ഹല്ലേലൂയ. നമ്മുടെ കൺമുമ്പിൽ ഓരോന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഹല്ലേലൂയ, മഹാവ്യാധികൾ, ഹല്ലേലൂയ, മഹാവ്യാധികൾ, ദുരന്തങ്ങൾ, ഹല്ലേലൂയ, പേമാരികൾ, ഉരുൾപൊട്ടലുകൾ, നാശനഷ്ടങ്ങൾ, ഹല്ലേലൂയ, അഗ്നിപർവ്വതം പൊട്ടുന്നത് കാണുമ്പോൾ ഇന്ന് വിട്ട വിവിധ തലങ്ങളിൽ ഇന്ന് ലോകത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നീ മനസ്സിലാക്കിക്കോണം, കർത്താവ് യേശുവിന്റെ മധ്യാകാശ വരവേറ്റു ആസന്നമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ പുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം താൽക്കാലികമാണ്, അല്പസമയം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ സമയം നമ്മൾ ക്രിസ്തുവിൽ സന്തോഷിക്കണം, ക്രിസ്തുവിൽ ആനന്ദിക്കണം. അല്ലെങ്കിൽ യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശു നിന്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ കുടുംബത്തെ പിശാചിന് തൊടാൻ പറ്റത്തില്ല കേട്ടോ, കാരണം യേശു നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട്. പക്ഷെ യേശു ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സകല പ്രശ്നങ്ങളും ഉണ്ടാവും, രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർത്തിണക്കിക്കൊണ്ട് എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം, രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൃത്യനിഷ്ഠയോടുകൂടി ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നിറയാൻ കഴിയും, അല്ലെങ്കിൽ അപ്പൊ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും പറയട്ടെ, നിങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയും. സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ തിരക്കും, നിങ്ങളുടെ ജോലിയും, നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴും സമയമുള്ളപ്പോൾ വന്ന് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ചിലർക്കെന്ന് പറഞ്ഞാൽ ജോലിയുള്ള ബന്ധമാണ്, ചിലർക്ക് ഉപജീവനത്തെക്കുറിച്ച്, ചിലർക്ക് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ചിലർക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ പലരും മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, രക്തം ചെയ്യും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമില്ല, അല്ലെങ്കിൽ എന്നാൽ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി, നിങ്ങൾ എത്ര തിരക്കുള്ളവനായിരുന്നാലും നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കുവാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ മുട്ടിമേൽ നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ കൃപാസനത്തിലേക്ക് അഥവാ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ മുഴങ്കാലിന്മേലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ, മുട്ടിന്മേലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നറിയോ? നമ്മ കൃപാസനത്തിലേക്ക് ചെന്ന് നിൽക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആ ദൈവിക സിംഹാസനം, ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്നത് പോലെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് വെളിപ്പെടും, രക്തം ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാട്ട് സഹോദര, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ നിരാശപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. നീ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തിന്റെ കൃപാസനത്തോട് അടുക്കുക, ദൈവിക സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുക. സകല നാമത്തിന് മേലായ നാമമുള്ള യേശുക്രിസ്തുവിന്റെ ഹൃദയ സ്പന്ദനത്തോട് നിങ്ങൾ ചേർന്നിരുന്ന് നിന്റെ സങ്കടങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ നിരാശകൾ, മാനസിക വ്യതകളെല്ലാം നീ കർത്താവിനോട് പറയുമ്പോൾ അത് നമ്മുടെ കർത്താവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നിന്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് നിന്റെ കണ്ണുനീരിന് മറുപടി തരും. മാതാവേ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ, അല്ലെങ്കിൽ അതിന് പരിഹാരം വരുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത്, ഓരോ വിശുദ്ധന്മാരും ദൈവിക സാന്നിധ്യത്തിനായി വാഞ്ചിക്കണം. ഓരോ വിശുദ്ധന്മാരും, ഓരോ ദൈവഭക്തന്മാരും, ദൈവമക്കളും ദൈവിക സാന്നിധ്യത്തിനായിട്ടുള്ള വാഞ്ച ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം, വാഞ്ച എന്നൊക്കെ പറഞ്ഞ് എന്തായിരിക്കണം? ദൈവ സാന്നിധ്യത്തെ കുറിച്ചായിരിക്കണം. നിങ്ങൾക്ക് കോടാനുകോടി രൂപയുടെ പണമുണ്ട്, മുതലുണ്ട്, സമ്പത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, നിങ്ങളെ ജനം വാനവോളം ഒക്കെ ഉയർത്തി പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നരകത്തിന് സമാനമാണ്. പ്രൈസോ. അതേസമയത്ത് നിനക്ക് എല്ലാം ഉണ്ടെങ്കിലും, എല്ലാം ഈ ഭൂമിയിലുണ്ടെങ്കിലും, ക്രിസ്ത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലിമേ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നീ കർത്താവിന്റെ കൃപാസനത്തോട്, ആ കർത്താവിന്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കുന്നത്. അവിടെ നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കണം, രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരുക്കം നിങ്ങൾക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഏതൊരു ത്യാഗം സഹിക്കുവാനും നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ വളരെ ത്യാഗം സഹിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റെന്തും ചെയ്യാവുള്ളൂ.
പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങൾക്ക് എത്ര തിരക്കുള്ള ജോലി, എത്ര തിരക്കുള്ള യാത്രയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിനു മുമ്പേ എഴുന്നേറ്റ് കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിക്കണം. അതൊരു ത്യാഗമാകട്ടോ എൻ്റെ ഏരിയ. അങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കഷ്ടതകൾക്കെല്ലാം ദൈവം നിന്നോട് കൂടി ഇരുന്ന് ആശ്വാസം തരും. അല്ലേ? അപ്പൊ യേശു നിന്നോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു നിന്നോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. നീ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നിന്റെ ആദരത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അല്ലേ? നീ അവന്റെ ഹൃദയസ്പന്ദനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എന്റെ ആദരങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ കർത്താവിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർത്തിണക്കിക്കൊണ്ട് സകല നാമത്തിനും മേലായി നാമുള്ള യേശുവിനോട് എന്റെ വിഷയം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ പറയുമ്പോൾ എന്റെ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഹല്ലേലൂയ, എന്നെ വിശുദ്ധീകരിക്കേണ്ട സ്ഥാനത്ത് വിശുദ്ധീകരിച്ച് നടത്തേണ്ട വഴിയിലൂടെ നടത്തുവാൻ എന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അല്ലേ? അത് നിങ്ങൾക്കും ലഭ്യമാകും കേട്ടോ. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വത്തെ നീക്കിക്കളഞ്ഞിട്ട് നിന്നെ നേരായ പാതയിലൂടെ ദൈവം നടത്തും. സ്തോത്രം. നാളുകൾ എത്രയായി നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു, നിന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു, മകന്റെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി, അവർക്ക് തലമുറയെ കിട്ടാൻ വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി, ഒരു വീട് വെക്കാൻ വേണ്ടി, ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി, കടക്കിണിയൊന്ന് മാറാൻ വേണ്ടി, സങ്കടമൊന്ന് മാറാൻ, കണ്ണുനീരൊന്ന് മാറാൻ വേണ്ടി എത്ര കാലമായി നീ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു പ്രാർത്ഥന നിനക്കുണ്ടോ? എല്ലാം മാറണം നിങ്ങൾക്ക്. പക്ഷെ കൃത്യനിഷ്ഠയോടുകൂടി മുട്ടുമേൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥന നിനക്കുണ്ടെങ്കിൽ നീ കൃപാസനത്തോട് അടുത്തിയിടും, ദൈവസിംഹാസനോട് അടുത്തിയിടും. അതെ, അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം നീ തിരിച്ചറിയത്തക്ക നിലയിൽ നീ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ കർത്താവിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത് നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേലോ, സാത്താൻ നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുമ്പോൾ, ലോകം നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇവിടുത്തെ പൈശാചിക ശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിനക്ക് നിന്റെ കുടുംബത്തിനെ പോരാടുമ്പോൾ അതിൽ നിന്നെ വിടിവിച്ച് കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇത് പകൽ ശക്തമായിട്ട് പറയുന്ന ദൂത്, ചിലരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നത്, നിന്റെ മാനസികമായ സംഘർഷങ്ങളെ മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് യേശു സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തിന് സ്തുതിച്ച് രാമേനൊക്കെ ഒന്ന് പറഞ്ഞാട്ട് ദൈവം നിനക്ക് വേണ്ടി മഹാത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അല്ലേ? ഈ പ്രഭാതത്തിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതിന് അടിമയായിരിക്കുന്നു, അടിമയായ അനുഭവത്തെ, അടിമത്വം അനുഭവിക്കുന്ന ആ സാഹചര്യം നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട്, കർത്താവ് എനിക്കൊന്ന് സ്വതന്ത്രമായി മാറണം, എനിക്ക് അങ്ങയോട് ചേർന്ന് മുട്ടിന്മേലിരുന്ന കൃപാസനത്തോട് ചേർന്ന് ദൈവസിംഹാസനത്തോട് ചേർന്ന് നിന്ന് ഈ സകല നാമത്തിന് മേലായുമുള്ള യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച അങ്ങയുടെ ഹൃദയസ്പന്ദനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ എനിക്ക് അവസരം നൽകണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കും, രക്തം ചെയ്യാം. അല്ലേരിയ. അപ്പൊ നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. അല്ലേരിയ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ശ്വസിക്കുന്നതിന് തുല്യമാണ്. അല്ലേരിയ. ശ്വസിക്കാൻ ഓക്സിജൻ ആവശ്യമായതുപോലെ തന്നെ ജീവിക്കാൻ പ്രാർത്ഥന ആവശ്യമാണെന്ന്. അല്ലേരിയ. ഒരിക്കൽ അല്ലേ സ്തോത്രം, ഒരു സുവിശേഷൻ പറഞ്ഞൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വായിച്ചു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമേറിയതാണ്. ഹൃദയത്തിൽ വളരെ സന്തോഷം നൽകുന്നത്, മനസ്സിന് സന്തോഷം നൽകുന്നത്, പ്രാർത്ഥനയും നമ്മെ ശക്തിപ്പെടുന്ന അദ്ദേഹത്തിൽ ചെയ്ത്. ആ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ സുവിശേഷകനായിരിക്കുന്ന സ്മിത്ത് വിഗൻസ്വർത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ സുവിശേഷകനായിരിക്കുന്ന സ്മിത്ത് വിഗൻസ്വർത്ത് എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് നല്ലൊരു ഭാഗം സുവിശേഷകർക്ക് പറയാം. ഒരിക്കലും ആ മനുഷ്യൻ പറഞ്ഞു, 1/2 മണിക്കൂർ പോലും ദൈവമില്ലാതെ അവന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ സ്മിത്ത് വിഗൻസ്വർത്ത് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രാർത്ഥന പ്രാധാന്യമായിരുന്നു. അതിനുവേണ്ടി കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഏത് ത്യാഗം സഹിക്കുമായിരുന്നു. ആ മനുഷ്യനെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഏകദേശം 21 പേരോളം മരിച്ചുപോയി ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നത്. കാരണം പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യ ഒരു ഭാഗമായിരുന്നു.
അല്ലേ? അത് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളും ആ സ്വർത്തിനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ കർത്താവിന് അത്ഭുതം നിന്നിലൂടെ ചെയ്യുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന യുവതി യുവാവേ, ഇന്ന് പകൽ കർത്താവിന് നിന്നിലൂടെ അത്ഭുതം ചെയ്യുവാൻ കഴിയും. സ്വർത്തിനെ പോലെ നീ പ്രാർത്ഥിക്കുവാൻ മുട്ടിമേൽ നിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, മുഴങ്ങാനും മടക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ, ആമേൻ, നീ ദൈവസിംഹാസനത്തിൽ ചേർന്ന് കൃപാസനം ചേർന്നിരിക്കുന്നെങ്കിൽ, സ്വർത്തിനെ ഉപയോഗിച്ച ദൈവം നിന്നെയും ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടം ജലരേഖ ശക്തമായി ആത്മാവിൽ നിറച്ചുകൊണ്ട്, വചനത്തിൽ നിറച്ചുകൊണ്ട്, വെളിപ്പാട് ദർശനങ്ങൾ തന്നുകൊണ്ട്, ശക്തമായ അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരേക്ക് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലൊരാൾ നിങ്ങളാണ്. രക്തം ചെയ്യും, അതിലൊരാൾ നിങ്ങളാണെന്ന് കർത്താവിനോട് പറയുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടോ? കർത്താവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ആ കൃപാസനത്തോട് ചേർന്ന് നിൽക്കുവാൻ, ആ ദൈവസിംഹാസനത്തോട് ചേർന്നിരിക്കുവാൻ, അങ്ങനെ ഹൃദയസ്പന്ദനത്തോട് എന്നെ കൂടെ ചേർത്തിണക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമെന്ന് ഞാൻ യേശുവോട് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലേ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനെ ഭയങ്കര ആശ്വാസമാണ്. എത്ര നീറുന്ന വിഷയമായിരുന്നാലും, സങ്കടപ്പെടുന്ന വിഷയമായിരുന്നാലും, കണ്ണുനീരിന്റെ അനുഭവമായിരുന്നാലും, നിന്ദകളും അപമാനങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ യേശുവോട് ചേർന്നിരിക്കും നമ്മുടെ മനസ്സിന് ആശ്വാസം, നല്ല കുളിർമയാണ്. അല്ലേ? ഞാൻ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും വികസനത്തിനെ പോലെ യേശുവോട് ചേർന്നിരിക്കുക. അതേപോലെ 1/2 മണിക്കൂർ പോലും എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന. അതുകൊണ്ടാണ് സ്തോത്രം ഒരിക്കൽ അല്ലെങ്കിൽ ദാവീദും പറഞ്ഞത്. ദാവീദും അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ദാവീദ് ഒരിക്കൽ പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, ഇതിനെക്കുറിച്ച് നമ്മൾ സ്തോത്ര സങ്കീർത്തന പുസ്തകം 51 വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. 51 സംഗീതത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 51 സംഗീതത്തിന്റെ 11ാമത്തെ വാക്യം പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു: നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽക്കുകയും വരുതേന്ന്. ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നോക്കി, നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ എന്നാണ്. ഒരു 10 മിനിറ്റ് പോലും നിന്റെ സന്നിധി വിട്ടിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഇരുന്നെടുക്കുകയും വരുതെന്ന് ദാവീദ് ശക്തമായിട്ട് കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിലുള്ള പാപങ്ങളെ കുറിച്ചും ഒക്കെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടായ വേദന, ഹല്ലേലൂയ, അദ്ദേഹം മുട്ടിമേൽ നിൽക്കുവാൻ ഒരുങ്ങുക. അദ്ദേഹം കൃപാസനത്തോട് ചേർന്ന്, ദൈവസിംഹാസനത്തോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനത്തോട് ദാവീദിനെ ചേർത്തിണക്കിക്കൊണ്ട്, യഹോവയായ ദൈവത്തിന്റെ ഹൃദയസ്പന്ദനത്തിൽ ദാവീദിനെ ചേർത്തിണക്കിക്കൊണ്ട് ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യത്തിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. അല്പം പോലും അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ ശ്രോതാവേ? ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം വിജയത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന മരണവാസന, ദുരന്തങ്ങളെ നീക്കി, വ്യാധികളെ നീക്കി നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യം പകരം പോയി യേശു. ഹല്ലേലൂയ. അതെ, നീ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ശാപത്തിലേക്ക് പിശാച് നടത്തും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് ശുദ്ധീകരണം, ദാവീദിനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവസാന്നിധ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപമാണ്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നഷ്ടപ്പെടാൻ കാരണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 59-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 2ാമത്തെ വാക്യം പറയും, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയതെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ അതിക്രമം, പാപം, അത് മുഖാന്തരം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ അവന്റെ മുഖം നിങ്ങൾക്ക് മറയ്ക്കുന്നുണ്ടെങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് നിന്റെ അകൃത്യങ്ങളെ, പാപങ്ങളെ വിട്ട് മടങ്ങി വരണം. നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം വേണ്ടിയത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ട് അകൃത്യം എന്താണ്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നിങ്ങളോട് സാമി സകല ജനത്തോട് പറയട്ടെ, നിന്റെ അകൃത്യങ്ങളാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്. നിന്റെ പാപങ്ങളാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്. നിന്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിറഞ്ഞു നിൽക്കുന്ന പാപ സ്വഭാവങ്ങളെ, ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകല അശുദ്ധിയുടെ അനുഭവത്തെ നീ നീക്കിക്കളഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് വേണം, മുട്ടുമേ നിൽക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. രക്തജയം. ഒരു ജീവിതം എന്ന് പറയുന്നത് തകർക്കുവാനല്ല, പണിയുവാനുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് ലോകപ്രകാരം സന്തോഷിക്കുവാനല്ല, ജീവിതം എന്ന് ക്രിസ്തുവിൽ ആനന്ദിക്കുവാനാ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അത് ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്തെ പാപത്തിന്റെ പ്രവൃത്തി നീ മാറ്റിക്കളയണം. നിന്റെ ജീവിതത്തിലെ പാപ സ്വഭാവത്തെ നീക്കിക്കളയണം. ഹല്ലേലൂയ. നീ മുഴങ്ങാനുമുണ്ടൊക്കെ. ഹല്ലേലൂയ. അപ്പം നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ലോക സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തി തരുമ്പോൾ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാകേണ്ടതിന് ഹല്ലേലൂയ നിങ്ങൾ സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഏത് സമയത്തും വരുമെന്ന് ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര, നീ നിന്റെ കൂട്ടുകാരും കൂടെ ഒന്നിച്ചുകൂടി ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് നിന്റെ വീട്ടിനകത്ത് നിന്ന് മദ്യം കുടിക്കുന്ന സമയത്തായിരിക്കും യേശു വരുന്നത്. നീ ബാറിലും കള്ളുഷാപ്പിലിരുന്ന് മദ്യം കുടിക്കുന്ന സമയത്തായിരിക്കും സഹോദര ആമേ കർത്താവ് വരുന്നത്. എന്നെ കേൾക്കുന്ന തലമുറ, നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും യേശു വരുന്നത്. ഹല്ലേലൂയ. അതെ, നീ ദൈവഹിതമല്ലാത്ത വലിയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നീ നഷ്ടപ്പെട്ടു പോകുന്ന അതിനെ നീ മനസ്സിലാക്കിയിട്ട് ദൈവഹിതമല്ലാത്ത, ദൈവം വെറുക്കുന്ന സകല പാപത്തെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട്, നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട്, നിന്റെ കുടുംബത്തെ ശുദ്ധീകരിച്ചിട്ട് മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കാൻ പ്രാപ്തനാക്കേണ്ടത് നീ സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രക്തജയം. വിശുദ്ധന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു ഈ മുമ്പ്. ഇപ്പോഴത്തെ വിശുദ്ധന്മാരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ടാണ്, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൽ എങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അകൃത്യങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്രയും അവൻ കേൾക്കാതെ കൊണ്ട് അവന്റെ മുഖത്തെയും നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്വത്ത് നഷ്ടപ്പെട്ടാലും, ഹല്ലേലൂയ, വീട് നഷ്ടപ്പെട്ടാലും സാരമില്ല, എന്ന ദൈവ സാന്നിധ്യം മാത്രം നഷ്ടപ്പെടുത്തി കളയരുത്. ഇല്ല, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടേക്കാം, നിങ്ങളുടെ വീട് നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനെ 100 മടങ്ങായിട്ട് തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. നിനക്ക് സ്വത്ത് നഷ്ടപ്പെട്ടോ, നിനക്ക് വീട് നഷ്ടപ്പെട്ടോ, ആടുമാട് കന്നുകാലികൾ നഷ്ടപ്പെട്ടോ, നിന്റെ കൃഷി നഷ്ടപ്പെട്ടോ, നിനക്കുണ്ടായിരുന്ന എല്ലാ നന്മകളും, നിന്റെ ഒരു ആയുസ് മുഴുവൻ നീ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയിന്ന് ഓർത്ത് നീ വിലപിച്ച് കരഞ്ഞ് ദുഃഖത്തിന്റെ അനുഭവത്തിലേക്ക് നീ പോകാതെ നീ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ആ ദൈവത്തിന് മുട്ടിമേൽ നിൽക്കുന്നെങ്കിൽ, നീ കൃപാസനത്തോട് ദൈവസിംഹാസനം ചേർന്ന് നിൽക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാവി, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്ന ശക്തമായ ദൂത്, നിനക്ക് നഷ്ടപ്പെട്ട സ്വത്ത്, നഷ്ടപ്പെട്ട വീട്, നഷ്ടപ്പെട്ട ആടുമാട് കന്നുകാലികൾ, നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ കൃഷി, നിനക്ക് നഷ്ടപ്പെട്ട സകലതും ദൈവം തിരിച്ചു തരാൻ ആഗ്രഹിക്കുക. തിരിച്ചറിയാൻ ദൈവം നിനക്ക് ആഗ്രഹിക്കും. നീ ദൈവത്തിന്റെ ഹൃദയസ്പന്ദനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസലോ. നിങ്ങളുടെ പാപങ്ങളെ വിട്ട് നിങ്ങൾ മടങ്ങി വരണമെന്നാണ് ദൈവം കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സകലവും ദൈവം തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എങ്ങോട്ട് പോയാലും നിങ്ങളോട് കൂടെ ദൈവ സാന്നിധ്യം കൂടെ പോരണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എങ്ങോട്ട് യാത്ര ചെയ്താലും, ഹല്ലേലൂയ, നിങ്ങൾ കടന്നു പോകുന്ന ജോലിയില് അതിനവിടെ എല്ലാം നിങ്ങളോടുകൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തോട് കൂടിയാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവികമല്ലാത്ത വഴിയിൽ നീ പോകില്ല. ദൈവ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് കൂട്ടുകാരന്റെ കള്ള് ഷാപ്പിലേക്കും ബാറിലേക്കും ബീവറേജിലേക്കും കൊണ്ടുപോകുന്നത്. ദൈവ സാന്നിധ്യം നിന്നെ ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ചൂതാട്ട കേന്ദ്രത്തിന് ദുർനടപ്പിലേക്കും കൊണ്ടുപോകുന്നത്. ദൈവ സാന്നിധ്യം നിന്നെ ഇല്ലാത്തതുകൊണ്ടാണ് നീ അരാജകത്വത്തിന്റെ അശുദ്ധമായ ജീവിത സാഹചര്യത്തിലേക്ക് നീ കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന യുവതി യുവാവി ശ്രോതാവി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവാണ് ശക്തമായ ദൂത്. ദൈവ സാന്നിധ്യം നിന്റെ മേലുണ്ടെങ്കിൽ നീ യാതൊരു അശുദ്ധിയിലേക്കും പോകില്ല.
ലേരിയ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ കൂടി യാത്ര ചെയ്യണം. ലേരിയ ഇവിടെ മോശ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന്. ലേരിയ മോശ നിലവിളിച്ച ഒരു പ്രാർത്ഥന. അല്ലേരിയ നമുക്കറിയാം. അല്ലേരിയ സ്തോത്രം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മോശയുടെ പ്രാർത്ഥന എന്താ? നിന്റെ സാന്നിധ്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേരിയ മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിറങ്ങി സാക്ഷ്യത്തിന്റെ പല പിടിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേരിയ നമ്മൾ ആ ഭാഗമൊക്കെ വായിക്കുന്നു. 33-15 വരുമ്പോൾ അവിടെ കാണുന്നത് സ്തോത്രം. അല്ലേരിയ ഈ ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. അല്ലേരിയ മോശ പർവ്വതത്തിൽ നിറങ്ങി വന്നു കഴിയുമ്പോൾ തന്റെ മുഖത്തിന്റെ തേജസ് ശോഭിച്ചു. മുഖത്തേജസ് അല്ലേരിയ നിറഞ്ഞു നിന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലേരിയ നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്ന് വേണം ഇരിക്കാൻ. ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ ഇവിടെ 33-15 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലേരിയ സ്തോത്രം. അല്ലേരിയ ഇങ്ങനെ ഇരിക്കുന്നു. സ്തോത്രം. അവൻ യഹോവയോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്ന് പുറപ്പെടുവിക്കരുതേ എന്ന മോശ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുസാന്നിധ്യം അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ആ പാലും തേനും ഒഴുക്കുന്ന ദേശം ഞങ്ങൾക്ക് തന്നിട്ടും പ്രയോജനമില്ല. അല്ലേരിയ തിരുസാന്നിധ്യമുള്ള ഈ മരുഭൂമി ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് മോശ പറയുന്നത്. അല്ലേരിയ അപ്പൊ ഇപ്പോഴും മോശയ്ക്ക് ഇവിടെ മരുഭൂമിയില്ല. മരുഭൂമി ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അവിടെ ഒന്ന് പുറപ്പെട്ടു പോകണമെങ്കിൽ ആ തിരുസാന്നിധ്യം കർത്താവിന്റെ മോശയോട് കൂടെ പോരണം. അത് മോശയുടെ ആഗ്രഹമാണ്. അല്ലെങ്കിൽ കനാൻ കിട്ടിയതുകൊണ്ട് കാര്യമില്ലെന്നാണ് എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ ഇതിന്റെ അർത്ഥമാണ് ദൈവസാന്നിധ്യമുള്ള മരുഭൂമി തന്നെ ഞങ്ങൾക്ക് മതി. ദൈവീയ സാന്നിധ്യമില്ലാത്ത പാലും തേനും ഒഴുക്കുന്ന കനാൻ ദേശം ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. അല്ലേ? ഇവിടെ നാം ചിന്തിക്കുന്നത് ദൈവസാന്നിധ്യമില്ലാതെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വന്തം ഉണ്ടായിരുന്നാലും വലിയ വലിയ ബംഗ്ലാവുകളും വലിയ വലിയ തോട്ടങ്ങളും എസ്റ്റേറ്റുകളും വലിയ ആഡംബര കാറുകളും ഉന്നതമായ സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും ദൈവസാന്നിധ്യമില്ലെങ്കിൽ അതെല്ലാം ഒരു പേമാരിക്ക് മാത്രമേ ഉള്ളൂ. അല്ലെ, ഒരു പേമാരി വന്നാൽ എല്ലാം തകർന്നു പോകും. അല്ലേ? അതേസമയത്ത് ദൈവസാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലേരിയ നിങ്ങൾക്ക് എന്തെല്ലാം നന്മയുണ്ടെങ്കിലും ആ ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയും. അല്ലേരിയ മക്കളെ, കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മുടെ ലോകരാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മുടെ കേരളം നേരിടുന്ന പ്രതിസന്ധികൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഉയർച്ച പ്രാപിക്കണം, വലിയ വലിയ ആളുകളായിട്ട് കോടികൾ സമ്പാദിക്കണം, കോടികൾ വേണം, ഇഷ്ടംപോലെ സമ്പത്തിനുടമയായി സ്ഥാനമാനങ്ങളൊക്കെ അനുഭവിക്കണമെന്നുള്ള ആ ഒരു തത്രപ്പാടി മനുഷ്യൻ സാഗരവും മറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം മറന്ന് പലതും വെട്ടിക്കൂട്ടി പിടിച്ചു പറിച്ചു അപഹരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക. അല്ലേ? അതെല്ലാം ഓരോ സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്. അല്ലേ? എല്ലാം ഓരോ സുപ്രഭാതം നഷ്ടപ്പെടും. കാരണം ദൈവസാന്നിധ്യം ഇല്ലാതെ ഞങ്ങളെ ആ വാഗ്ദത്ത കനാനായിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അയക്കേണ്ട കർത്താവ്, ഞങ്ങൾക്ക് ഈ മരുഭൂമി മതി എന്നാ മോശ പറയുന്നേ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നീ മരുഭൂമിയിലാണെങ്കിലും ദൈവസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് സന്തോഷമാണ്. ദൈവമില്ലാതെ നീ എത്ര കോടികൾ സമ്പാദിച്ചാലും അത് നിനക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ലേരിയ അതേസമയത്ത് ദൈവസാന്നിധ്യത്തോടു കൂടി നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിനക്ക് സമാധാനമായിരിക്കും. അതുകൊണ്ട് മോശ പറയുന്നത്, ഞങ്ങൾ ഈ മരുഭൂമിയിൽ പാർക്കാം, ഞങ്ങൾക്ക് ഈ മരുഭൂമി മതി, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇനി ഞങ്ങൾ അങ്ങ് പറഞ്ഞ വാഗ്ദത്ത കനാലിലേക്ക് പോകണമെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് പോരണം. അപ്പോൾ യേശു ഒരു വാഗ്ദത്തം കൊടുത്തു. യഹോവയായ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അല്ലേരിയ അതാണ് പുറപ്പാട് പുസ്തകം 33-14 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, അല്ലേരി, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അല്ലേ? അപ്പൊ മോശയുടെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഈ വാഗ്ദത്തം കർത്താവ് നിങ്ങൾക്ക് തരിക, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അതേ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, ദൈവത്തിന്റെ തിരുസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, അത് നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, അത് നിന്റെ ജോലിയിലുണ്ടെങ്കിൽ, അതിന്റെ തലമുറയിലുണ്ടെങ്കിൽ, അവരുടെ പഠനത്തിലുണ്ടെങ്കിൽ, അല്ലേരിയ നിന്റെ നന്മയ്ക്കകത്ത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവിന്റെ തിരുസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയില്ല. വിശ്വസിക്കുന്നെങ്കിൽ കരമൊക്കെ അടിച്ച് ദൈവത്തിന് സ്തുതിച്ചാൽ ഹല്ലേലൂയ. അത് യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി.
മനുഷ്യപുത്രൻ വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമെന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാമേ സ്തോത്രം. അല്ലെങ്കിൽ ഈ വചനമൊക്കെ വായിക്കും അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ മോശ പറഞ്ഞ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. യേശു പറഞ്ഞ തിരുസാന്നിധ്യം നിങ്ങളോടുകൂടെ പോരും. അല്ലെങ്കിൽ ഒരിക്കൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. സങ്കീർത്തനം 16:11 ഇങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തെന്നും പ്രബോധങ്ങളുമുണ്ട്. വളരെ മാധുര്യമേറിയ അനുഭവത്തോടെ മധുരമായിട്ട് ഈ വചനം വായിക്കണം. ഹല്ലേലൂയ. ഭക്തൻ പറയുക, എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ആമേൻ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, ഹല്ലേലൂയ, നിന്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞ് എന്താണ് ആ ഭാഗത്ത് പറയുന്നത്? 11 വാക്യത്തിൽ പറയുന്നത്. 11 വാക്യത്തിൽ സ്വർഗത്തിന്റെ മനോഹരമായൊരു ദർശനം, അവിടെ എന്ന് സന്തോഷമുണ്ടെന്ന് ദാവീദ് കാണുക. ദാവീദെന്ന് പറയുന്ന വ്യക്തി ആ സ്വർഗത്തിലെ ആ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആ മഹത്വത്തെ ദാവീദ് കണ്ടിട്ട് പറയുകയാണ്. ആ മനോഹരമായ ദർശനം കണ്ടിട്ട് അവിടെ എന്നും സന്തോഷവും ആനന്ദമുണ്ട്. ഈ സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാപിയായ ഒരുവന്റെ ജീവിതത്തിൽ ആക്ഷരികമായി നിറവേറുവാൻ അല്ലെങ്കിൽ സാധ്യം. പക്ഷെ അത് പൂർണ്ണമായി നിറവേറുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിറവേറുന്നത് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് നിറവേറത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അത് നിറവേറുന്നത് യേശുക്രിസ്തുവിന്റെയാണ്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് മുട്ടിന്മേൽ നിൽക്കുമ്പോൾ, കൃപാസനത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവസിംഹാസനത്തിൽ നിങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ഹൃദയസ്പന്ദനത്തോട് നിങ്ങളെ കൂട്ടിയാക്കി പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് കണ്ട ദർശനം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ്? സ്വർഗത്തിന്റെ അനുഭവത്തെ. ജീവന്റെ വഴി എനിക്ക് കാണിച്ചു, നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത ഭാഗത്ത് നിന്ന് പ്രമോദങ്ങളും ദാവീദ് കണ്ടതുപോലെ നിനക്ക് കാണാൻ കഴിയുമെന്ന്. അല്ലേലി വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്നതിന് സ്തോത്രം പറഞ്ഞിട്ട് ദൈവം ഇന്ന് പകൽ നിന്റെ തകർച്ചയെ മാറ്റാൻ ആഗ്രഹിക്കുക. ഇവിടെ വചനം ആഗ്രഹിക്കുന്നത്, വചനം പറയുന്നത്, പ്രാർത്ഥനയാൽ കർത്താവിന് വേണ്ടി നിങ്ങൾ മാധുര്യമേറിയ ഒരു അനുഭവത്തിൽ നിൽക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾ കർത്താവിനോട് മാധുര്യമേറിയ അനുഭവത്തിൽ നിൽക്കണം. മാധുര്യമേറിയ ബന്ധം പുലർത്തണം. അല്ലേലി സ്തോത്രം. അല്ലേലി പ്രാർത്ഥനയിലൂടെ നമുക്ക് അവനുമായി ആഴമേറിയ ഐക്യമുണ്ടാകണം. പ്രാർത്ഥനയിൽ നമുക്ക് യേശുവായിട്ട് ആഴമേറിയ ഐക്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല പ്രാർത്ഥനയുടെ കർത്താവിനുള്ള പൂർണ്ണ സ്നേഹം നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആരാധിച്ചവനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ദൈവസനെ ചേർന്നിരുന്ന സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും ദൈവത്തോട് നിങ്ങൾ ഒത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവിക സാന്നിധ്യം വരാൻ തുടങ്ങും. അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം, ദൈവിക മഹത്വം, അല്ലെങ്കിൽ ദൈവകൃപയും ദൈവിക കരുണയും നിങ്ങളെ നിറയ്ക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 65:2 പറയുന്നത്, പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ആ ഭാഗം വിവരിക്കുക സമയമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ ആ ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം വായിച്ച വചനം എന്താണ്? ലൂക്കോസ് സുവിശേഷത്തിലെ സ്തോത്രം 21:36 വാക്യമാണ്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതെ, ഇന്ന് പകൽ നിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. ഈ ലോകത്തിലെ ചിന്തകളും ചിന്താഗതികളും ഒക്കെ വിട്ട് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നീ തയ്യാറാകുന്നു മനസ്സ് വെക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം നൽകും. അത് ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ ശാപം മാറിപ്പോകട്ടെ, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറിപ്പോകട്ടെ, നിന്റെ കുടുംബത്തിലെ മഹാവ്യാധികൾ മാറിപ്പോകട്ടെ, നിന്റെ കുടുംബത്തിലെ നിലവിളി മാറിപ്പോകട്ടെ. ആ ദൈവസാന്നിധ്യം നിന്റെ കുടുംബത്തിൽ നിറയട്ടെ, നിന്റെ തലമുറ ഇത് അനുഭവിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൽ അത് അനുഭവിക്കട്ടെ. നിന്നെ തളർത്തുന്നതിനെ നശിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരം ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ നീങ്ങിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നിന്റെ കടക്കെണികൾ മാറിപ്പോകട്ടെ, നിന്റെ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ, സങ്കടങ്ങൾ മാറി ആ തിരുസാന്നിധ്യം നിന്നോട് കൂടെയുണ്ടെന്ന് ഉറച്ച് നീ വിശ്വസിച്ചുകൊണ്ട് ആ കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നെങ്കിൽ, യേശുവിന്റെ ഹൃദയസ്പന്ദനത്തോട് നിന്നെ ചേർത്തിണക്കി നീ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ
ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങൾ മാറും. കണ്ണുകളുടെ ചാട്ട പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 3 കോടിയിലധികം ജനം തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, ഇന്ത്യയുടെ 140 കോടിയിലധികം ജനത്തിനായി, 21 സംസ്ഥാന 7 കേന്ദ്രദേശങ്ങൾ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി, 7 ഭൂഖണ്ഡങ്ങളായി വസിക്കുന്ന ചെറിയവരെയും വലിയവരെയും, ഉള്ളിലോട്ടൊട്ടാരത്തെ പോലെ വാർക്കുന്ന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തരും അസന്ന യാചകർ ഓർഫനേജ് വോൾട്ടേജ് തടവറയിലായിരിക്കുന്നവർക്കായി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവി സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ രാജകുമാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസി മേഖല ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെയും ഭരണ സംവിധാനങ്ങളെയും കരസേന വ്യോമസേന നാവികസേന അധികാരികൾ അതിർത്തിയിൽ കാക്കുന്ന BSS-CRPF റാവിയുടെ ക്രമസമാധാന പാലകരെ നിയമ അറിവാണ് നിൽക്കുന്നവരെ രഹസ്യാന്വേഷണ ഭാഗങ്ങൾക്കായി ജുഡീഷ്യറിയുടെ വിവിധ വകുപ്പുകളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക യാത്ര ചെയ്ത് വാഹനം നിർമ്മിതാക്കി സേക്സ് ചെയ്യുന്നവരെ കർത്താവ് കടലോര വാസികളെ തീരദേശവാസികളും സമുദ്രത്തിലെ ആളുകൾ മത്സ്യബന്ധനത്തിനെ കടന്നുപോയിരിക്കുന്നവർ അല്ലെങ്കിൽ വലിച്ചതുമായ എല്ലാ കരികളിലും കമ്പനികളും ഫാക്ടറിയും ജോലി ചെയ്യുന്ന വഴിയോര കച്ചവടക്കാർ വ്യവസായികളെ കർത്താവ് എല്ലാ വ്യാപാരികളെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ മെക്കാനിക്കൽ മോട്ടോർ രംഗത്ത് യൂണിയൻ രംഗത്തായിരിക്കും എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. വലിയ വാഹനം ചെറിയ വാഹനം ഓടിക്കുന്നവരെ എല്ലാവർക്കും സഹകരണ പൊതുമേഖല ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിൽ ആയിരിക്കുന്നവർക്കായി പൊതുമേഖല ആയിരിക്കുന്നവരെ ശരീരന്മാരെ മത സാമൂഹിക സംസ്കാര സംഘടന ചരിത്ര മാധ്യ മീഡിയ രംഗം നിൽക്കുന്നവരെ ഭരണോദ്ദേശ പാർട്ടികളെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി കഷ്ടം സഹിക്കും മണ്ണാറ്റത്തിൽ വേദന ജോലി നഷ്ടപ്പെട്ട വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ നാട്ടിലേക്ക് കടന്നു കഴിയാതെ അമ്മ കഷ്ടം വിവിധ വേദനയോട് കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ കർത്താൻ വിദേശത്ത് മദ്യത്തിനും മയക്കിലേക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, അതുപോലെ വിദേശത്ത് കർത്താൻ വിവിധ ക്രിമിനൽ കേസ് ജയിലിൽ അകപ്പെട്ട് കിടക്കുന്നവർ, വിദേശത്ത് കിടന്ന ജോലിയിൽ പീഡനയുടെ സൗകര്യമാർ എല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തിൽ വിടുതലയിക്കണമെന്ന് പ്രാർത്ഥിക്കും. മദ്യപാനത്തിലും വെറുപ്പൂത്തിലും മയക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ ഭീകര വർഗീയവാദികൾക്കൊക്കെ ദൈവം ഒരു മാനസാന്തരം കൊടുക്കണമേ. വലിയ അക്രമം വിട്ട് മടങ്ങി വന്ന് ദൈവ സാന്നിധ്യം ഒരു സമാധാനം ഉണർന്നും പ്രാർത്ഥിച്ചും കർത്താവിന്റെ വരവുകൾ ദൈവത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരായി വരുവാനും ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയും കേരളത്തിൽ ഭാരത വിദേശ രാജ്യങ്ങൾ കടന്നുപോയി പ്രവർത്തിക്കുന്ന ദാസന്മാർ കുടുംബങ്ങൾ തലമുറകൾ അവരെ ദൈവം അനുഗ്രഹിച്ച് കർഷ സഹിക്കുന്നവർ ജയിൽ കിടക്കുന്ന വിടുതല് കൊടുക്കണമായി ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സഹകരണം വീരും ദൈവ നീതി വെളുക്കണമേ. മഹാവ്യാധികൾ കടന്നു പോകുന്ന രോഗത്താൽ കടന്നു സാധനയ്ക്കായി വിധേയപ്പെട്ട് വിവിധ രോഗത്താൽ ഹോസ്പിറ്റലായിരിക്കുന്നവരെ എല്ലാ കർത്താവ് വിടുവിക്കണമേ. ഭവനത്തിൽ വാർദ്ധക്യ സഹജമായ മറ്റ് ശാരീരികമായ ക്ഷീണങ്ങൾ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട്. കർത്താവ് വിവിധ കർഷ സഹിക്കുന്ന എല്ലാവർക്കും വിടുതൽ കൊടുത്ത് സദാകാലം ഉണർന്നും പ്രാർത്ഥിക്കും ദൈവത്തോട് ചേർന്നിരിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിധിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.